നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ ആണ് നൈതികം. നീതിയെ സംബന്ധിക്കുന്നത് നൈതികമാണ്. അടുത്തത് ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്ത്? ഓപ്ഷൻ ഡി ആണ് അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ ശരിയായിട്ടുള്ളത് എനിക്ക് 10 തേങ്ങ വേണം എന്നുള്ളതാണ്. അടുത്തത് ഉന്നമ്രം എന്ന പദം ശരിയായ പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ആണ് ഉത് പ്ലസ് നമ്രം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ആമയുടെ പര്യായമായി വരുന്ന പദം ഏത്? ഇതിൽ ആമയുടെ പര്യായമായിട്ട് വരുന്നത് കച്ചപമാണ്. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ? ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? ഇതിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്തത് ഓപ്ഷൻ സി ആണ് സ്വാമികൾ. ബാക്കിയെല്ലാം ബഹുവചനാണ്. അധ്യാപകർ, കവികൾ, ശിഷ്യന്മാരൊക്കെ ബഹുവചനാണ്. അടുത്തത് അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം എന്ത്? അവരജൻ്റെ വിപരീതം അഗ്രജനാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഫസ്റ്റ് വൺ ആണ് ഉദ്ഗ്രഥിതം. ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം ഏത്? ഓപ്ഷൻ ഡി ആണ് ഭ്രാതാവ്. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏത്? ഓപ്ഷൻ ഡി ആണ് എ. വിൺ അധികം തലം വിണ്ടലം ഏത് സന്ധിയാണ്? ഓപ്ഷൻ സി ആണ് ആദേശസന്ധി. ശരിയായ രൂപം ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് മനുഷ്യത്വം. അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി ആണ് പരസ്യം. അർത്ഥം എഴുതുക. അഹി. അഹി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് പാമ്പ്. ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? ഓപ്ഷൻ എ ആണ് വൈക്കം മുഹമ്മദ് ബഷീർ. ആശാ മേനോൻ ആരുടെ തൂലികാനാമമാണ്? ഓപ്ഷൻ ഡി ആണ് കെ ശ്രീകുമാർ. കെ ശ്രീകുമാറിൻ്റെ തൂലികാനാമമാണ് ആശാ മേനോൻ. MD വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഓപ്ഷൻ ബി ആണ് രണ്ടാമൂഴം. ലയൺസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലി? ഓപ്ഷൻ സി ആണ് സിംഹഭാഗം. ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം? ഓപ്ഷൻ എ ആണ് കളത്രം. കളത്രം എന്നാണ് ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായമായിട്ട് വരുന്നത്. ശ്ലഷ്ണശിലാശില്പം ശരിയായ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ആണ് ശ്ലഷ്ണശില കൊണ്ട് നിർമ്മിച്ച ശില്പം. പദചേർച്ച കണ്ടെത്തുക. അന്ത്യത്തിൽ? ഓപ്ഷൻ ബി ആണ് അന്ത്യം പ്ലസ് ഇൽ. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താണ്. അപ്പോൾ നോട്ട് ചെയ്തോളുക. ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കൈ ചെലവ്. നോട്ട് ചെയ്തോളുക. കൈ ചെലവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് വിചാരണ നേടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു? ഈ വാക്യം ശരിയായി എഴുതുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് വിചാരണ നേരിടാൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ചേർത്തെഴുതുക. ഉദ്മുഖം. ഉദ് അധികം മുഖം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉന്മുഖം. ഉദ് അധികം മുഖം ഉന്മുഖം. വിനയച്ചത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി ആണ് കാണാൻ പോയി. അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ല് ഏത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഊണിന് കൃത്യം വാക്കിന് സത്യം. നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീതം എഴുതുക. നിർദ്ദയത്തിൻ്റെ വിപരീതം സദയമാണ്. വേദപാരംഗതൻ എന്ന പദം എങ്ങനെ വിഗ്രഹിക്കാം? ഓപ്ഷൻ ബി ആണ് വേദത്തിൽ പാരംഗതനായവൻ.
അടുത്തത് ഗുരു എന്നതിൻ്റെ എതിർലിംഗം. ഓപ്ഷൻ എ ഗുവ്വി. ചെയ്യാനുള്ള ആഗ്രഹം. ഓപ്ഷൻ സി ആണ് ചികീർഷ. താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി ആണ് സാരസം. താമരപ്പൂവിൻ്റെ അർത്ഥം വരുന്ന പദമാണ് സാരസം. ധനുസ് അധികം പാണി ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ബി ആണ് ധനുഷ്പാണി. ധനുസ് അധികം പാണി ധനുഷ്പാണി. ഉദ്ധരണം തിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി ആണ് ഉദ് പ്ലസ് ഹരണം. ഉന്മീലനം എന്ന പദത്തിൻ്റെ വിപരീത ശബ്ദം. ഓപ്ഷൻ ഡി ആണ് നിമീലിനം. ഉന്മീലനത്തിൻ്റെ വിപരീതം നിമീലിനം. ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ സി ആണ് തുമ്പ് കെട്ടിയിട്ട നിന്റെ നീൾമുടി കാണാൻ എന്തൊരഴക്. അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ. ഓപ്ഷൻ എ ആണ് ചതിക്കാൻ സഹായിക്കുന്നവൻ. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രെത്ത് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. അവൻ പതുക്കെ പറഞ്ഞു. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രെത്ത് എന്ന് പറഞ്ഞാൽ അവൻ പതുക്കെ പറഞ്ഞു. കാലത്തു വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും. ഈ പഴമൊഴിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ സി ആണ് രണ്ടും പോകില്ല. കരി എന്ന അർത്ഥമുള്ള പദം. ഓപ്ഷൻ എ ആണ് ഇൻകാലം. ഹെർക്കുലിൻ ടാസ്ക് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം. ഓപ്ഷൻ സി ആണ് ഭഗീരഥ പ്രയത്നം. തദൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ? ഓപ്ഷൻ എ ആണ് തഥാ പ്ലസ് ഏവ. പൂജക ബഹുവചന പദജോടി. ഇതിനകത്ത് കാരണവർ വൈദ്യർ ആണ്. എപ്പോഴും കൂടെ നടക്കുന്നയാൾ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ബി ആണ് സന്തത സഹചാരി. മാധ്യസ്ഥം പറയുക എന്ന അർത്ഥം വരുന്ന ശൈലി. ഓപ്ഷൻ ഡി ആണ് പഞ്ചായത്ത് പറയുക. തെറ്റായ വാക്യങ്ങൾ ഏതൊക്കെ? ഇതിൽ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും തെറ്റാണ്. ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ്. സഹനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. വൈമുഖ്യം എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ ബി ആണ് ആഭിമുഖ്യം. സ്ത്രീലിംഗ പ്രത്യയം ഏത്? ഇതിൽ ഓപ്ഷൻ സി ആണ് അൾ പിന്നെ ഇ. ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി ആണ് പാദസരം. പാദസ്വരം എന്നല്ല പാദസരം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 2 ആണ് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടാമത്തെയാണ് സ്വച്ഛന്തം. അപ്പോൾ ഓപ്ഷൻ ഡി. രക്തത്തിൻ്റെ പര്യായമല്ലാത്ത വാക്കുകളാണ്. ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. രക്തത്തിൻ്റെ പര്യായമായിട്ടുള്ളത് രുധിരം പിന്നെ നിണം. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് കാര്യം നോക്കി പെരുമാറുക. തുലാം അധികം ഇൻ്റെ ചേർത്തെഴുതിയാൽ തുലാത്തിൻ്റെ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ സി 2. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ സി ആണ് അപരാധിനി. പൂജക ബഹുവചനം രൂപം കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ആണ് വൈദ്യർ. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി ആണ് മര അധികം കൊമ്പ്. ശരത് ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയാൽ ഓപ്ഷൻ സി ആണ് ശരത് ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ ഡി ആണ് പാരതന്ത്ര്യം. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി ആണ് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. ഓപ്ഷൻ ഡി ആണ് ചുരുക്കി പറയുക. ഒന്നുകൂടെ നോക്കാം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറയുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ ആണ് എങ്ങനെയെങ്കിലും. വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം ഓപ്ഷൻ എ ആണ് എങ്ങനെയെങ്കിലും.
പൂരണി തത്തിതമേത്. ഓപ്ഷൻ ഡി ആണ് ഒന്നാമൻ. യഥാവിധി വിഗ്രഹിച്ചെഴുതുക. വിധി എങ്ങനെയോ അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ആണ് കയ്യാമം. പിരിച്ചെഴുതുക. കണ്ണീർ പാടം. ഓപ്ഷൻ സി ആണ് കണ്ണീർ പ്ലസ് പാടം. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിൻ്റെ സമാന പദം. ഓപ്ഷൻ സി ആണ് സന്തോഷപ്രദാനം. വാക്യം ശരിയായി എഴുതുക. തൊഴിൽ ലഭിച്ചവരിൽ 100% നിരാശരാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻ ഡി ആണ് പണിക്കാർ.